പ്രത്യക്ഷമായും പരോക്ഷമായും ബി.ജെ.പിയെ വളർത്തുന്നവരാണ് കേരളത്തിൽ വന്ന് ഡീൽ ആരോപണവും ഉന്നയിക്കുന്നത് എന്ന് CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി. മുൻപ് നനഞ്ഞ പടക്കമായിരുന്ന ഡീൽ ആരോപണമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കേരളത്തിൽ എത്തി വീണ്ടും ആവർത്തിക്കുന്നത്. പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പി CPIM ഡീൽ മുമ്പൊരു ഘട്ടത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതാ. അന്നതൊരു നനഞ്ഞ പടക്കം പോലെ പൊട്ടിപ്പോയി. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതെനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്രമീകരണം അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അത്തരം 3 യോഗങ്ങളിൽ പങ്കെടുത്തു. ഒന്ന് ഓൺലൈനായിരുന്നു, 2 അല്ലാത്തതായിരുന്നു. RSS എന്ന ഫാസിസ്റ്റ് സംഘടനയുടെ നേതൃത്വത്തിൽ BJP നമ്മുടെ രാജ്യത്ത് വർഗീയതയുടെ വിഷം ചുരത്താൻ നടത്തുന്ന ശ്രമങ്ങളെ കഴിയുന്നിടത്തോളം നമ്മൾ യോജിച്ചു നേരിടണം. അതാണ് ഇന്ത്യ ബ്ലോക്കിന്റെ കാഴ്ചപ്പാട്. അതിനോടൊപ്പം ഉണ്ട് എന്താണ്, ചില സ്ഥലങ്ങളിലെ ചില സംസ്ഥാനങ്ങളിലെ വസ്തുനിഷ്ഠ സാഹചര്യ നിമിത്തം നമുക്ക് ചിലപ്പോൾ മത്സരിക്കേണ്ടി വരും. അതും അറിയാവുന്നതാണ്. ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ പരസ്പരം മത്സരിക്കേണ്ടി വരുമ്പോൾ ആ മത്സരം BJPക്ക് ഗുണകരമായിക്കൂടാ, ഫാസിസ്റ്റ് RSS നിയന്ത്രിക്കുന്ന BJPക്ക് ഗുണകരമായിക്കൂടാ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു പൊതുധാരണയാണ്, ഒരു പൊതു കാഴ്ചപ്പാടാണ്. ഈ പൊതു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ആ കാഴ്ചപ്പാടിന് അനുയോജ്യമാണോ കേരളത്തിൽ വന്നിട്ട് പച്ചക്കള്ളം CPIM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്നുള്ള പച്ചക്കള്ളം ഇത്ര ഉന്നതന്മാരായ നേതാക്കന്മാർ പറയാൻ പാടുണ്ടോ? അവരുമായിട്ട് യോഗങ്ങളിൽ ഒരുമിച്ചിരിക്കേണ്ട ഇടതുപക്ഷ പാർട്ടിയിൽപ്പെട്ടവർ, CPM മാത്രമല്ല, ഇന്ത്യ ബ്ലോക്കിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവരാണ് LDF-ലുള്ള മറ്റു പാർട്ടികൾ, CPI-യും ഒക്കെ. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ പറയുമ്പോൾ ചില വസ്തുതകൾ പറയാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ്. അതിലൊന്ന്, CPIM തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ത്രിപുരയിൽ ഇപ്പോൾ BJP-യുടെ ഭരണമാണ്. ആ BJP ഭരണം ത്രിപുരയിൽ വരാൻ കാരണക്കാർ കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സാണ് ത്രിപുരയിൽ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ച് ഇപ്പോ BJP-യുടെ നേതൃത്വത്തിലുള്ള ഭരണം 2018-ലെ തെരഞ്ഞെടുപ്പിൽ വരാൻ ഇടയാക്കിയത്. അതിന്റെ ചരിത്രം ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല. കാര്യം ഞാൻ വളരെ വലിയൊരു വിമർശനം ഉന്നയിക്കുകയാണ്. CPM BJP ഡീല് കേരളത്തിലുണ്ടെന്നുള്ളത് പോലുള്ള വ്യാജ ആരോപണമല്ല ഞാൻ ഉന്നയിക്കുന്നത്. വസ്തുതകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്താ, 2018 തെരഞ്ഞെടുപ്പിലാണ് BJP അവിടെ ഭരണത്തിൽ വരുന്നത്. അതിന് 5 വർഷം മുമ്പ് 2013 അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സീറ്റ് പോലും അസംബ്ലിയിലില്ല. 60 അംഗങ്ങളുള്ള ത്രിപുര അസംബ്ലിയിൽ ആകെ കോൺഗ്രസിന് 6 അംഗങ്ങളുണ്ടായി. അങ്ങനെ കോൺഗ്രസിൻ്റെതായിട്ട് വന്ന ഈ 6 അംഗങ്ങൾ ആദ്യം തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് മാറി, എന്നിട്ട് അവർ BJP അംഗങ്ങളായിട്ട് മാറി. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ BJP-യായി മത്സരിക്കാതെ തന്നെ കോൺഗ്രസ് ആയിട്ട് ജനങ്ങളോട് വോട്ട് ചോദിച്ച് ജയിച്ചവർ തൃണമൂൽ കോൺഗ്രസ് വഴി BJP MLA-മാരായിട്ട് മാറി. അങ്ങനെ BJPക്ക് ത്രിപുര അസംബ്ലിയിൽ ആദ്യം അംഗങ്ങൾ ഉണ്ടാകും. 2018 മുമ്പ് ത്രിപുരയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു? 40% വോട്ടുണ്ടായിരുന്നു. 6 സീറ്റ് മാത്രം കിട്ടിയ കോൺഗ്രസിന് 2018 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് വഴി BJP-യായി തീർന്നവർ നേതാക്കന്മാർ മത്സരിച്ചു. കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചു പേരുണ്ടായിരുന്നു, അവരും മത്സരിച്ചു. 40% അടുത്ത് വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ട് 2% താഴെയായിട്ട് മാറി 2018-ലെ തെരഞ്ഞെടുപ്പിൽ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ടുകൾ മുഴുവൻ BJP വോട്ടുകളായിട്ട് മാറി ത്രിപുരയിൽ. അങ്ങനെയാണ് ത്രിപുരയിൽ
BJP ഭരണം വരുന്നത്.